ഞാൻ തീരുമാനിച്ചില്ല. കാരണം മലപ്പുറംകാരുടെ സ്നേഹം നിങ്ങൾക്കറിയില്ല, ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈഴവ സമുദായത്തിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വളരെയേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഈ പറഞ്ഞ അതല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ വളരെ മോശമായ പരാമർശങ്ങൾ അതിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ? മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അവിടെ ശ്വസിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഇതര ജില്ലകളിൽ നിന്ന് പലരും മലപ്പുറം ജില്ലയിൽ വന്ന് താമസിക്കുന്നുണ്ടല്ലോ. പലരും അവിടെ സ്ഥിര താമസക്കാരാണ്. അതുകൊണ്ട് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? എല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സംസാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. ഈഴവ സമുദായത്തിൻ്റെ ഒരു നേതാവ് എന്ന നിലക്ക് വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണെങ്കിൽ വിഷലിപ്തമാണ്, മാരകമാണ്, ഗൗരവമേറിയതാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അതല്ലെങ്കിൽ നിരവധി സന്ദർഭങ്ങളിൽ ഈഴവ സമുദായത്തെ ചേർത്ത് നിർത്തിയ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഈഴവ സമുദായത്തിന് പലപ്പോഴും സാമൂഹികമായി അവരർഹിക്കുന്ന പല അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം ചേർന്ന് നിന്ന് സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. എന്നിട്ടും അവരെ സംബന്ധിച്ച് ഈ രൂപത്തിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല എന്ന നിലക്കുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയത് അങ്ങേയറ്റം ഗുരുതരമാണ്. മാത്രവുമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ഈ സംസ്ഥാനത്തെ വേറിട്ട് നിർത്തുന്നത് തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഒക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തെ വ്യതിരക്തമാക്കുന്നത് കേരളത്തിൻ്റെ ആ മതേതര പാരമ്പര്യമാണ്. ഇവിടെയുള്ള ഇതര സമുദായങ്ങൾ അവർക്ക് ഇടയിലുള്ള ആ കെട്ടുറപ്പും അതേപോലെ തന്നെ സാഹോദര്യവും ആ ഊഷ്മളമായ ബന്ധവുമൊക്കെയാണ് നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തെ വേറിട്ട് നിർത്തുന്നത്. എന്നാൽ ഈ ഒരു സാമുദായികമായ ബന്ധത്തെ അതല്ലെങ്കിൽ ഈ ഒരു മതേതര പാരമ്പര്യത്തെ തകർക്കാനും ഇവിടെ വർഗീയത ഇളക്കി വിടുവാനുമൊക്കെ നിരന്തരമായി ഈ അടുത്ത കാലഘട്ടത്തിൽ ചില ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അത്തരം ചില കത്തുന്ന തീയിലേക്ക് എണ്ണയൊഴിക്കുന്ന ഒരു സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? മലപ്പുറം ഒരു പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ്. ഇവിടെ ഭയന്നുകൊണ്ടാണ് ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ കഴിയുന്നത്. നോക്കണം നിങ്ങൾ, സ്വതന്ത്രമായി ശ്വസിച്ച് അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് തീരെ സ്വാതന്ത്ര്യമില്ല, തീരെ അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്നൊക്കെ നിലക്കുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേൾക്കാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനൊന്ന് കേൾപ്പിക്കുകയാണ്. അതിനുശേഷം ഇതര ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന മുസ്ലിങ്ങളായ ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ വന്ന് മലപ്പുറം ജില്ലയിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവരുടെ അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. വെള്ളാപ്പള്ളി പറയട്ടെ. നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? അങ്ങേയറ്റം മാരകമാണ്, ഗൗരവമേറിയതാണ്, വിഷലിപ്തമാണ്. വെള്ളാപ്പള്ളിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതോ പറയുന്നതോ അല്ല, മറിച്ച് ഇതൊക്കെ ആസൂത്രിതമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ പിന്തുണക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമായ നിലക്കുള്ള വർഗീയത തുളുമ്പുന്ന ചില പരാമർശങ്ങളാണ്, ചില ഹിഡൻ അജണ്ടകൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന ആളുകൾക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇദ്ദേഹം മാത്രമല്ല,
പലരും മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഈ നിലക്കുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നിരന്തരമായി കഴിഞ്ഞ കാല മലപ്പുറവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ചാൽ പലരുടെയും പ്രസ്താവനകളിൽ നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ അച്യുതാനന്ദൻ മുമ്പ് പറഞ്ഞത് എന്താണ്? മലപ്പുറത്ത് കുട്ടികൾ ജയിക്കുന്നത് കോപ്പിയടിച്ചാണ്. പരിഹാസ്യമായ പ്രസ്താവനയായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടന്നു. മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങളിൽ മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചില സംസാരങ്ങൾ, അതല്ലെങ്കിൽ ആ നിലക്ക് ധ്വനിപ്പിക്കുന്ന ചില സംസാരങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ മലപ്പുറം സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന നിലക്ക് നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ആ നിലക്കുള്ള പരാമർശങ്ങൾ ഉണ്ടായി. അപ്പോൾ നമുക്കറിയാലോ, ഈ അടുത്ത കാലത്ത് MEC7 എന്ന് പറയുന്ന വ്യായാമം, ആ വ്യായാമത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതും ജനപങ്കാളിത്തം ലഭിച്ചതും മലപ്പുറത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നപ്പോൾ ഈ നിലക്കുള്ള വർഗീയ പരാമർശങ്ങൾ CPMൻ്റെ ചില ജില്ലാ നേതാക്കളിൽ നിന്നുണ്ടായി എന്നത് നമ്മൾ കാണുകയുണ്ടായി. വളരെ ചൂടുപിടിച്ച ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടന്നു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും അവസാനം BJPയുടെ ഒരു നേതാവ് പറഞ്ഞത് എന്താണ്? മലപ്പുറത്ത് നോമ്പുകാലത്ത് പച്ചവെള്ളം പോലും ആർക്കും കിട്ടുകയില്ല എന്ന പച്ച നുണയാണ് അദ്ദേഹം തട്ടിവിട്ടത്. ഇങ്ങനെ ഈ നിലക്ക് ഉള്ള പരാമർശങ്ങൾ കുറേ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചു. ഇതൊക്കെ ആസൂത്രിതമായി ഗൂഢമായ ലക്ഷ്യത്തിന് വേണ്ടി, വർഗീയത ഇളക്കി വിടുന്നതിന് വേണ്ടി, ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. എന്നാൽ ഇത് സത്യവുമായി എന്തെങ്കിലും ഒരു ബന്ധം ഇതിനുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, മലപ്പുറത്തുകാരുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, മലപ്പുറത്തെ സ്വാതന്ത്ര്യവും സാഹോദര്യവും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചു കാലം മലപ്പുറത്ത് വന്ന് താമസിക്കണം. പലരും നിങ്ങളെ വെല്ലുവിളിച്ചല്ലോ, നിങ്ങൾക്ക് വീട് തരാം, നിങ്ങൾക്ക് സൗകര്യം തരാം, ഇവിടെ വന്നൊന്ന് താമസിക്കുന്നു ഇല്ലേ? അതിന് നിങ്ങൾ തയ്യാറാകണം. എന്നിട്ട് നിങ്ങൾ മലപ്പുറത്തെ നേരിട്ട് മനസ്സിലാക്കണമെന്നാണ് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത്, മലപ്പുറം എന്താണ് എന്ന് നിങ്ങൾ ആധികാരികമായി ഒന്ന് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതര ജില്ലകളിൽ നിന്ന് മലപ്പുറത്ത് ജോലി ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി വന്ന് താമസിക്കുന്ന, വർഷങ്ങളായി മലപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്. അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ എന്ത്? നിങ്ങളൊരു പഠനത്തിന് വിധേയമാക്കണം. ഇപ്പൊ നമുക്കറിയാം, മലപ്പുറം ജില്ല 1969 ജൂൺ 16 മലപ്പുറം ജില്ല നിലവിൽ വരുന്നത്. ആ മലപ്പുറം ജില്ല നിലവിൽ വന്നത് മുതൽ ഇന്ന് ഈ 2025 വരെ മലപ്പുറം ജില്ലയിൽ എന്താണ് നടക്കുന്നത്? അവിടെ സ്വാതന്ത്ര്യമുണ്ടോ? ശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ? അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ വന്ന് താമസിച്ച ആളുകൾ പറയട്ടെ, അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ അവർ പങ്കുവെക്കട്ടെ. എന്നിട്ട് ആ നിലക്കൊരു പഠനങ്ങൾ നിങ്ങൾ നടത്ത്. അതല്ലാതെ എന്തെങ്കിലും എവിടെങ്കിലും മൈക്കിന്റെ മുമ്പിൽ വന്ന് വിളിച്ചു കൂവുകയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഒരു സമുദായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്ന നിലക്ക് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? അപ്പൊ നമുക്കറിയാം എത്രയോ ഉദാഹരണങ്ങൾ. അപ്പം നമുക്കറിയാലോ, കരിപ്പൂർ വിമാനാപകടം, കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ വിമാനാപകടം നമ്മുടെയൊക്കെ നെഞ്ച് പിളർത്തിയ ഒരു സംഭവമായിരുന്നു അത്. ആ വിമാനാപകടം ഉണ്ടായതെന്നാണ് കോവിഡ് കാലത്താണ്. കോവിഡ് രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായ ഒരു സന്ദർഭത്തിലാണ് വിമാനാപകടം ഉണ്ടാകുന്നത്. ധാരാളം ആളുകൾക്ക് വലിയ പ്രതിസന്ധിയിലകപ്പെട്ട് വിമാനാപകടം ഉണ്ടായ സമയത്ത് ഒന്നും നോക്കാതെ, ജീവൻ പോലും അപകടത്തിലാകുമെന്നറിഞ്ഞിട്ട് പോലും രക്ഷാപ്രവർത്തനം നടത്തിയ മലപ്പുറത്തിന്റെ സ്നേഹവും അവരുടെ കരുതലും അവരുടെ ആ ആത്മസമർപ്പണവും നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയുമോ? നമുക്കെങ്ങനെ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും? ആ സ്നേഹത്തെ അവർ തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില പരാമർശങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. ആ കണ്ട സമയത്ത് വലിയൊരു അമ്പരപ്പുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യം. കോവിഡ് എന്ന് പറയുന്നത് ഏറ്റവും രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ആളുകൾ വലിയ ഭയാനകരമായി കാണുന്ന ഒരു അവസ്ഥയിലാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. നൂറുകണക്കിന് വാഹനങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ആ വാഹനങ്ങളിലൊക്കെ ഈ പരിക്ക് പറ്റിയ ആളുകളെ മുഴുവൻ കൊണ്ടുപോയി. ആ ഒരു സമയത്ത് അതിൻ്റെ വരുംവരായ്തകളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. കാരണം ആളുകളെ നിലവിളി കേൾക്കുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു ഇതവിടെ ഇല്ലായിരുന്നു. കാരണം ജീവന് വേണ്ടിയിട്ട് കേഴുകയാണ് ആളുകൾ. അപ്പോൾ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഞങ്ങൾ കണ്ടത്. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇതൊക്കെയാണ് മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ SI രഞ്ജിത്ത് സാർ, അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. ഇനി നമുക്കതൊന്ന് കേൾക്കാം. അപ്പോൾ ഈ ഞങ്ങളുടെ ട്രെയിനിങ് സമയത്ത് ക്ലാസ് എടുക്കാൻ വന്ന ഒരു SP അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ടെന്ന് വെക്കരുത്. കാരണം മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്, ഇദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമുള്ള മനുഷ്യർ വേറെ ഒരു ജില്ലയിലും കിട്ടിയായിരുന്നു. ഇതൊന്നും മുസ്ലിമീങ്ങളല്ലട്ടോ പറയുന്നത്,
ഈ മലപ്പുറത്ത് വന്ന് താമസിച്ചവരുടെ, ജോലി ചെയ്തവരുടെ അനുഭവങ്ങളാണ്. ഇനി നോക്കൂ നിങ്ങൾ, മറ്റു ജില്ലയിൽ നിന്ന് മലപ്പുറത്തെത്തിയ ധാരാളം ആളുകളുണ്ട്. ജോലി ആവശ്യാർത്ഥവും മറ്റുമൊക്കെ അവിടെ താമസിക്കുന്ന ആളുകൾ 33 വർഷം മലപ്പുറത്ത് താമസിച്ച് സ്ഥിരതാമസമാക്കി മലപ്പുറത്തെ മനുഷ്യരെ ശരിക്കും മനസ്സിലാക്കിയ ഒരു അധ്യാപകനും അവരുടെ ഭാര്യയും മലപ്പുറത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. ആ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കൂ. സുരേഷ് മാഷ് ചേരുന്നുണ്ട്. അദ്ദേഹം 33 വർഷം മുമ്പ് അധ്യാപകനൊക്കെയായി ഈ മലപ്പുറത്തേക്ക് വന്നയാളാണ്. എങ്ങനെയുണ്ട് മലപ്പുറത്തിന്റെ അനുഭവം? അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു അനുഭവവും എനിക്കുണ്ടായിട്ടില്ല. ഏറ്റവും സൗഹാർദ്ദപരമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ എന്നോട് പെരുമാറി. മാത്രമല്ല ഇപ്പം പെരുന്നാൾ കഴിഞ്ഞു. ആ കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലേക്കൊരു 5-6 വീട്ടിൽ നിന്ന് ബിരിയാണി ഈ വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾക്കത് തിന്ന് തീരുന്നില്ല. ചില ആൾക്കാർക്ക് ഞാൻ ആദ്യം പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. മലപ്പുറത്ത് വന്ന് താമസിച്ചെങ്കിലേ അറിയൂ. എവിടെങ്കിലും വന്ന് എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കണം. താമസിച്ചെങ്കിലേ നിങ്ങൾക്കത് പറയാൻ കഴിയൂ. അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയൂ. ഇനി അവരുടെ ഭാര്യ ടീച്ചർ, അവർ പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമ്മളോടൊപ്പം ടീച്ചറുണ്ട്, ബിജിലി ടീച്ചർ ഇവിടെ കോട്ടപ്പടി 90കളിൽ വന്നതാണ്. അപ്പോഴും മലപ്പുറത്ത് കേൾക്കുമ്പോഴേ ഒരു പേടിയായിരുന്നു വരുമ്പോൾ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട് ഒന്ന് ചെടികൾക്കൊക്കെ നനയ്ക്കണം എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം വന്ന് ചെയ്തു തരാനും, മാഷ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു വയറിന് പ്രശ്നമായിട്ടൊക്കെ അഡ്മിറ്റായി. അപ്പോഴത്തേക്ക് അന്ന് ഗൂഗിൾ പേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉടനെ നമുക്ക് പൈസ പ്രശ്നം വന്നപ്പോഴൊക്കെ അടുത്ത മെഡിക്കൽ സ്റ്റോറിലെ ആൾ, അവിടെ യുണൈറ്റഡിലെ കടയിലെ ആളൊക്കെ വന്ന് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ചോദിക്കുന്നതിന് പോലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. തിരിച്ച് നാട്ടിലേക്ക് പോകണം തോന്നിയിട്ടില്ല. കുട്ടികളൊക്കെ ജനിച്ചത് ഇവിടെയാണ്, അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാണ്. ബാംഗ്ലൂരുള്ള മോൻ വരെ ഇപ്പോൾ പെരുന്നാൾ കൂടാൻ വേണ്ടി ഇപ്പോൾ വന്നിട്ട് പോയത്. കുറിച്ച് പറഞ്ഞപ്പോൾ മക്കൾക്ക് എങ്ങനെയാണ് മലപ്പുറം ഇഷ്ടപ്പെട്ട സ്ഥലമാണോ? അതെ, മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ, അല്ലെങ്കിൽ മാഷ് പിരിഞ്ഞപ്പോഴും വടകര വീട് വയ്ക്കണോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചു. അപ്പോൾ അവരെന്തായാലും മലപ്പുറം വിട്ട് പോരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ. കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയി ഒരു കല്യാണത്തിന്. അപ്പം എന്നോട് ഒരു ചോദിച്ചു, റിട്ടയർഡായില്ലേ, തിരിച്ചു വരാനായില്ലേ ചോദിച്ചു. ഞാൻ പറയും തീരുമാനിച്ചില്ല. കാരണം മലപ്പുറംകാരുടെ സ്നേഹം നിങ്ങൾക്കറിയില്ല. ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ പോയി അവരുടെ നാട്ടുകാരോട് പറഞ്ഞത്. ആലപ്പുഴയിലെ നാട്ടിൽ നിന്നാണ് ടീച്ചർ വരുന്നത്. ആലപ്പുഴക്കാർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഇല്ല, വെള്ളാപ്പള്ളി പറഞ്ഞൊരു അഭിപ്രായം ഇല്ല അല്ലേ? ഇല്ല, ആലപ്പുഴക്കാർക്ക് വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാനാവുന്നില്ല. കാരണം ഇവിടെ താമസിച്ചപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ നാട്ടിലേക്ക് വരെ പോകാൻ തോന്നിയിട്ടില്ല. മക്കൾക്കും ഒക്കെ ഇവിടെ നിൽക്കണം, മലപ്പുറം ജില്ലയിൽ നിൽക്കണമെന്നാണ് അവർ പറയുന്നത് എന്നാണ്. ഇനി നിങ്ങൾക്ക് മറ്റൊന്ന് കേൾക്കാം. ഉണ്ണി നായർ, അദ്ദേഹം പറയട്ടെ. മലപ്പുറം എങ്ങനെയാണ് അത്രത്തോളം സ്നേഹം നൽകുന്നുണ്ട്? മലപ്പുറംകാരുടെ സ്നേഹം എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ജീവനോടില്ല, എന്റെ കുടുംബവും ഇല്ല. അവിടുത്തെ ജനങ്ങളാണ് ഇന്നെ ഈ ലെവലിലേക്കൊക്കെ കൊണ്ടുവരുന്നത്, മലപ്പുറം ജില്ലക്കാർ. ഇങ്ങനെയൊക്കെ വിഷമത്തിൽ ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ സ്നേഹിതന്മാർ അവിടെ കുറേ ഉണ്ട്. അതുള്ള കുട്ടികളുണ്ട്, അമീത് പാണ്ഡികസാലുണ്ട്, എന്ത് വേണമെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇന്ന് നിലനിന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ പോയിട്ടുണ്ടാവും. അവരൊക്കെ സഹായമാണ് ജീവിച്ചത്. ഇത് സത്യമാണ്, ഞാൻ കളവ് പറയില്ല. ആ ജില്ല ആവുകൊണ്ടാണ് എൻ്റെ ഈ പാവപ്പെട്ട ഉണ്ണിനായർ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ സഹായം. കേട്ടില്ലേ സഹോദരങ്ങളെ, ഞാൻ ഈ ജില്ലയിലല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഇല്ല. അതാണ് മലപ്പുറം നൽകിയ സ്നേഹമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ കഴിയും. നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ കഴിയും. അത്രയും സത്യമായ പരമാർത്ഥമായ ഒരു സംഗതിയെയാണ് വളച്ചൊടിച്ച് വർഗീയത തുപ്പുന്ന നിലക്കുള്ള സംസാരം നടത്തുന്നത്. 17 വർഷം മലപ്പുറത്ത് ജീവിച്ച, അതായത് കൊല്ലം ജില്ലയിൽ നിന്ന് മലപ്പുറത്തെത്തി 17 വർഷം മലപ്പുറത്ത് ജീവിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ ഒരു സഹോദരി, അവര് നടത്തുന്ന അല്ലെങ്കിൽ അവര് പറയുന്ന ചില അഭിപ്രായമുണ്ട്. അതൊന്ന് കേൾക്കൂ. മലപ്പുറത്തെ കുറിച്ച് വർഗീയത പറയുന്നവർ വർഗീയതക്കാരായിട്ടാ, അല്ലാതെ മലപ്പുറത്ത് യാതൊരു വിധമായ വർഗീയതയും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ ഫുള്ള് സപ്പോർട്ട് തരുന്നതല്ല ഇവിടുത്തെ ആൾക്കാരല്ലേ. പിന്നെ എങ്ങനെയാണ് വർഗീയത ഉണ്ടാകുന്നത്? വർഗീയതയുള്ളവരാണ് വർഗീയത പറയുന്നത്. എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരു ഓണം വന്നാൽ ഇസ്ലാം ഹിന്ദുവിൻ്റെ വീട്ടിൽ വരും, പെരുന്നാൾ വന്നാൽ ഹിന്ദുക്കൾ പിന്നെ ഇസ്ലാമിൻ്റെ വീട്ടിൽ വരും. ഒരമ്മ പറ്റ മക്കളുടെ കണക്കാണ് ഇതുവരെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിനെ കുറിച്ച് എനിക്ക് വളരെ, ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ലല്ലോ, അത്രയ്ക്ക് നല്ല മനുഷ്യരാണ്. ഇവിടെ ഒരു വർഗീയത മതം പറഞ്ഞൊരു തമ്മിത്തല്ല് ഞാൻ ഈ 17 വർഷം ഇവിടെ ആയിട്ട് 18 വർഷമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഒന്നും. അത്രയ്ക്ക് നല്ല മനുഷ്യരാണ് ഇവിടെ.
അതെ, ഇവർ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. ഈ മലപ്പുറത്തെ ഇങ്ങനെ വർഗീയമായി ചിത്രീകരിക്കുന്ന ആളുകളുടെ മനസ്സിനാണ് കുഴപ്പം. സത്യമാണത്, മനസ്സിനാണ് കുഴപ്പം. അവർക്ക് ചില അജണ്ടകളുണ്ട്, അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അവരൊരു സമുദായത്തോടുള്ള ഈർഷ്യത കൊണ്ടാണ് ഈ പറയുന്നത്. മനസ്സ് നന്നാക്കലല്ലാതെ വേറൊരു രക്ഷയില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോട് സൂചിപ്പിക്കാനുള്ളത്, ഇനിയും നിരവധി ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളൊന്ന് പഠിക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ മലപ്പുറത്ത് വന്നൊന്ന് താമസിക്കുക, എന്നിട്ട് അക്കാദമിക്കായ ഒരു പഠനം തന്നെ ഈ ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾ നടത്തുക. എങ്കിലേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാവൂ എന്നാ പറയാനുള്ളത്. അതല്ലാതെ ഇവിടെ ആരും ഭയന്ന് ജീവിക്കുന്നില്ല, ഇവിടെ ആർക്കും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.